നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നും വലിയ തുകയ്ക്കുള്ള ലോണുകൾ ഈ പെക്സാലോജിക് കമ്പനിയിലേക്കാണ് പോയിരിക്കുന്നത്. നിനക്കെന്താ ഉറക്കം വരുന്നില്ലേ? നീ കമ്പനിയിൽ പുതിയ അന്വേഷണ കമ്മീഷനൊക്കെ വെച്ചെന്ന് കേട്ടല്ലോ. നീ ആരാടി രഹസ്യം കണ്ടെത്താൻ ഇറങ്ങാൻ? CBI-യോ? ഏതായാലും അധികകാലം നിനക്കവിടെ വാഴാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. വാഴിക്കില്ല നിന്നെ ഞാൻ. അവളുടെ ഒരു അന്വേഷണം. കൊള്ളാം. ഇതുവരെ എനിക്കൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായിന്ന്? എന്തോ ഒളിച്ചു പിടിക്കാനുണ്ടെന്ന്. അല്ല, ഈ പെക്സാലോജിക് ആരുടെ കമ്പനിയാ? എനിക്കെങ്ങനെ അറിയാം? അതാണ് കുഴപ്പം. അങ്ങനെ ഒരു കമ്പനി ആരുടെ അറിവിലും ഇല്ല. മുഖത്തെന്താ ഒരു പരിഭ്രമം? ഏതായാലും ഞാനത് അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോ തന്നെ നിങ്ങൾക്ക് ഇത്രയും വലിയ വെപ്രാളമാണെങ്കിൽ ഞാൻ അതിന്റെ വേരുകളെല്ലാം ഒന്ന് തോണ്ടിയെടുത്ത് പുറത്തിട്ടാലോ? നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? നീ അന്വേഷണ കമ്മീഷനെ വെക്കുകയോ വേരുകൾ തോണ്ടി പുറത്തിടുകയോ എന്താന്ന് വെച്ചാ ചെയ്യേ. എല്ലാം കഴിയുമ്പോ നീ ജീവനോടെ ഉണ്ടാവണം ആ കസേരയിലിരിക്കാൻ. ഭീഷണിയാണോ? അത്ര പെട്ടെന്ന് ഭയന്ന് പോകുന്ന രക്തമല്ല നകുലൻ പോലീസിന്റെ മകൾക്ക്. കേട്ടിട്ടില്ലേ, ജനിച്ചത് രണ്ടും പെൺമക്കളാണെങ്കിൽ അതിലൊന്നിന് ആണിന്റെ മനക്കരുത്തുണ്ടാകുമെന്ന്. ഞാൻ ആരെയും മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതല്ല. പക്ഷേ വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടില്ല. അവരെന്റെ കയ്യിൽ നിന്ന് ഒരു ദയാദാക്ഷിണ്യവും പ്രതീക്ഷിക്കുകയും വേണ്ട. നല്ല മഞ്ഞുണ്ട്, പോരാത്തതിനെ ചോര ദാഹിച്ച് പറക്കുന്ന കൊതുകും. ചേച്ചി, ചേച്ചി, ചേച്ചി. എന്താ പവി ഈ നേരത്ത്? ഒന്നുമില്ല ചേച്ചി, ചേച്ചി ഒന്ന് കണ്ടിട്ട് പോകുന്ന കരുതി. നേരവും കാലവും നോക്കിയുള്ള കാര്യങ്ങളൊന്നുമല്ലല്ലോ ഇപ്പൊ ഇവിടെ നടക്കുന്നത്. കമ്പനിയിൽ നടക്കുന്നതൊക്കെ ചേച്ചി അറിയുന്നുണ്ടല്ലോ അല്ലേ? ഓ, ചേച്ചിയുടെ അനുവാദം വാങ്ങിയിട്ടല്ലേ അവളുടെ ഓരോ നീക്കവും. ചേച്ചി, അവൾ അന്വേഷിച്ച് നടക്കുന്ന കമ്പനി ഉണ്ടല്ലോ, അത് ചേച്ചിയോ അവളോ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു മോശം കമ്പനി ഒന്നുമല്ല. കാലങ്ങളായി ഗുഡ്വില്ലും കോടികളുടെ ടേൺ ഓവറും ഉള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാ. അവരോട് മത്സരിക്കാനാ ഈ ഇട്ടാവട്ടത്ത് കിടക്കുന്ന ദർശന തയ്യാറായിരിക്കുന്നത്. ചേച്ചി, അവര് നമ്മളോട് ഡീല് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കമ്പനിയുടെ വളർച്ചയെ അത് കാണിക്കുന്നത്. ആയിക്കോട്ടെ, അവരുടെ ഡീലിംഗ് നമ്മുടെ ഗ്രോത്ത് ആയിക്കോട്ടെ. പക്ഷേ തിരിച്ചടവില്ലല്ലോ പവി. അവൾ ആ കമ്പനിയെയോ അതിന്റെ സൽപ്പേരിനെയോ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. ആ കമ്പനിയിലേക്ക് നമ്മുടെ വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനി എത്ര ഫിനാൻസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ശരിയായ കണക്കും തിരിച്ചടവിന്റെ വിവരങ്ങളും നീ അവൾക്ക് കൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഓ, അപ്പോൾ ദർശന പറഞ്ഞത് വെറുതെ അല്ല.
എല്ലാം ചേച്ചിയും കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണല്ലേ? പവി, ഞാൻ അറിഞ്ഞിട്ടുള്ള കളിയെന്ന് നീ വ്യാഖ്യാനിക്കുന്നതിനേക്കാൾ അവൾ എന്നോട് കാര്യങ്ങളൊക്കെ പറയുന്നു എന്ന് കരുതുന്നതാണ് ശരി. ചേച്ചി, ചില വലിയ വലിയ കമ്പനികളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ തിരിച്ചടവുകൾ ചില മാസങ്ങളിൽ മുടങ്ങിയെന്ന് വരും. ചിലപ്പോ അതവർ ഒരുമിച്ച് സെറ്റിൽ ചെയ്തെന്നും വരും. പക്ഷേ അവരെ വെല്ലുവിളിച്ച് സംസാരിക്കാന്നൊക്കെ പറയുന്നത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയാ. പവി, അങ്ങനെ ഒരു വൻമരത്തിന്റെ ചോരയും നീരും കുടിച്ചു വളർന്നു വന്ന ഒരു ഇത്തിൽച്ചെടിയല്ല വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനി. എന്റെ വിശ്വേട്ടന്റെ, നിന്റെ അളിയന്റെ വിയർപ്പാ അത്. ചേച്ചി, അതൊക്കെ അറിയാവുന്നതുകൊണ്ടാ ഞാനിതൊക്കെ പറയുന്നതും ചെയ്യുന്നതും. ഒട്ടേറെ കമ്പനികൾ മത്സരിക്കാനുള്ളപ്പോഴാണ് നമ്മൾ ഈ മൾട്ടിനാഷണൽ കമ്പനിയായിട്ട് ഡീൽ വെച്ചത്. ഇന്നലെ വന്ന ബിസിനസ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തൊരു പെണ്ണ് അന്വേഷണ കമ്മീഷനെ വെച്ച് അവർക്ക് നമ്മിലുള്ള വിശ്വാസം കളഞ്ഞു കുളിക്കാനാണ് ശ്രമിക്കുന്നെങ്കിൽ അത് നല്ലതിനല്ല എന്ന് ഓർമ്മപ്പെടുത്താനാ ഞാൻ ചേച്ചിയെ വന്ന് കണ്ടത്. പവി, നീ പറഞ്ഞു വരുന്നത് അവൾ ചെയർമാൻ സ്ഥാനത്തിരുന്ന് നടത്തുന്നതൊക്കെ തുഗ്ലക് പരിഷ്കാരമെന്നാണോ? അങ്ങനെ പറയില്ല ചേച്ചി. കാരണം തുഗ്ലക്ക് നടത്തിയ പരിഷ്കാരങ്ങൾക്കൊക്കെ പിന്നീട് പരിഹാരം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇത്തിരി പോന്നൊരു ചെന്നായ സിംഹത്തെ വെല്ലുവിളിക്കുന്നത് പോലെ ഒറ്റ കുടച്ചിൽ മതി ചിന്നിച്ചിതറാൻ. സൗകര്യം പോലെ ചേച്ചി ചേച്ചിയുടെ മാനസപുത്രി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോ. ശ്രദ്ധിച്ച്